ഗാസയുടെ ഉൾഭാഗങ്ങളിലേക്ക് ഇരച്ചു കയറി ഇസ്രയേൽ ടാങ്കുകൾ. ബങ്കറുകളിൽ നിന്ന് യുദ്ധത്തിന് പുറത്തേക്ക് ഇരച്ചിറങ്ങുന്ന ഹമാസുകളെ കൂറ്റൻ ടാങ്കുകൾ ചതച്ചരയ്ക്കുന്നു. ടണലുകളിൽ നിന്ന് കൂട്ടൻ നിലവിളി ഉയരുകയാണ്. ഹമാസിനെ വലയ്ക്കുന്ന പ്രധാന പ്രതിസന്ധി ഇവരുടെ പക്കൽ ആയുധശേഷിയും ആൾബലവും കുറയുന്നു എന്നതാണ്. ഹമാസ് കൂട്ടങ്ങൾക്കിടയിലേക്കാണ് ടാങ്കുകൾ ഇരച്ചു കയറുന്നത്. അപ്രതീക്ഷിതമായി എത്തുന്ന ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മരിച്ചു വീഴുകയാണ് ഭീകരർ. ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാ വഴികളും IDF അടയ്ക്കുകയാണ്. ഈജിപ്ത് അതിർത്തി വഴി തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ എത്തിച്ചപ്പോൾ റഫ വളഞ്ഞ് ചെങ്കീരിപ്പട തുരങ്കങ്ങൾ നശിപ്പിച്ചു. ഇസ്രയേൽ ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഹമാസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല. യുദ്ധമുഖത്ത് പുതിയ രീതികൾ ജൂതപ്പട പയറ്റുന്നത് ഭീകരരെ വട്ടം കറക്കുന്നു. തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ സൈന്യം ആക്രമണം കടുപ്പിക്കുകയാണ്. ഇവിടങ്ങളിൽ ഷെൽ ആക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നിരുന്നു. റഫയിലെ ഷബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. സെൻട്രൽ റഫയിലെ അൽ ഔദ പള്ളിക്ക് സൈന്യം തീയിട്ടു. 2 ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിക്കുന്നു. ഡസൻ കണക്കിന് ഹമാസുകളെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ല എന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു. ഷെജയ്യയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു. കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി US നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ്. താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട്. ഹമാസുകൾ പതിയിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആക്രമണത്തിൽ 40 ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു. 250-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം. ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ഹമാസുകളെല്ലാം സുരക്ഷിതമായി ബങ്കറിനുള്ളിൽ പതിയിരിക്കുകയാണ്. ഈ മേഖലകൾക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഇസ്രയേൽ ടാങ്കുകൾ. ഒരു തരത്തിലും ഹമാസുകളെ ബങ്കർ യുദ്ധം നടത്താൻ അനുവദിക്കാതെ പരമാവധി എല്ലാവരെയും പുറത്തു ചാടിക്കാനാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കം. ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരവസരമായി കണ്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രയേൽ സൈന്യത്തിന്റെ ശ്രദ്ധ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിയുന്ന സമയത്ത് ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് പ്ലാൻ. എന്നാൽ ഒരേ സമയം ഇരു കൂട്ടരോടും പൊരുതി ഹമാസിന്റെ പ്ലാൻ പൊളിക്കുകയാണ് ജൂതപ്പട. അതേസമയം ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭീഷണി വന്നിട്ടുണ്ട്. ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആയുധമെടുത്താൽ വൻ തിരിച്ചടി നേരിടും. അങ്ങനെയുണ്ടായാൽ ഇസ്രയേലിനെ തുടച്ചു നീക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാകുകയെന്ന് ഇറാന്റെ UN നയതന്ത്ര കാര്യാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു.